പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ദൈവ ആലോചനയുടെ പ്രത്യേകത എന്താണ്. സങ്കീർത്തനം 32 സങ്കീർത്തനം 8 വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഈ സങ്കീർത്തനം അനുതാപ സങ്കീർത്തനത്തിൽ ഉൾപ്പെടുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. 32 സങ്കീർത്തനം 1 വാക്യം: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് ദാവീദ് ബേർശേബയുമായുള്ള ലംഘനത്തിൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർത്തി തനിക്ക് പാപബോധം ലഭിച്ച് ദൈവത്തോട് അനുതപിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തിൽ നിന്നും അനുഗ്രഹമായിട്ടൊരു നീതി സ്വർഗത്തിലെ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ ശേഷം ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിൽ താൻ പാടുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അനുതാപ സങ്കീർത്തനമാണ് ഈ 32 സങ്കീർത്തനം. അതിൻ്റെ 8 വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന കേട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു ദൈവഭക്തൻ ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുവാൻ അനുവദിക്കത്തില്ല. പക്ഷെ ഒരു ദൈവഭക്തൻ ഏതൊരു കാര്യങ്ങളിലും ദൈവാലോചന നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ ആലോചന നമ്മൾ കേട്ട് ആ ദൈവിക ആലോചന പ്രകാരം ഒരു ഭക്തൻ സ്റ്റെപ്പ് വയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരാജയമല്ല സംഭവിക്കുന്നത്, ഉറപ്പായിട്ടും ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. മറ്റൊരു സങ്കീർത്തനം 32 വാക്യം ഇങ്ങനെയാണ്: നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അപ്പോൾ മറവിടമാകുന്ന ദൈവം രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഒരു ഭക്തനെ ചുറ്റി സംരക്ഷിക്കണമെങ്കിൽ ഒരു ദൈവഭക്തൻ ദൈവത്തിൻ്റെ ആലോചന കേട്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ദൈവാലോചന എന്ന വാക്കിന് തന്നെ ചില അർത്ഥങ്ങൾ കൂടെയുണ്ട്. 3 വ്യത്യസ്തമായ അർത്ഥമാണ് ദൈവാലോചന എന്ന വാക്കിനെ ഉദ്ദേശിച്ച് നമ്മൾ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലോചന എന്ന വാക്കിന് വ്യത്യസ്തപരമായ അർത്ഥങ്ങളുണ്ടെന്നാണ് വേദപണ്ഡിതാക്കൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഉപദേശം. ഇപ്പൊ ദൈവാലോചന എന്ന് പറയുന്നത് ഉപദേശം കൈക്കൊള്ളുക, ഉപദേശം കേൾക്കുക, കേൾക്കുന്ന ആലോചന, കേൾക്കുന്ന ഉപദേശം അതനുസരിക്കാൻ തയ്യാറാകുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൻ്റെ മേഖലകളിലാണ് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 20 18 വാക്യം: ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഉദ്ദേശങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഉദ്ദേശങ്ങൾ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശം, അതായത് ദൈവത്തിൻ്റെ ആലോചന ആ ഭക്തൻ കേൾക്കുകയും അതനുസരിക്കുകയും
അതനുസരിച്ച് സ്റ്റെപ്പുകൾ വയ്ക്കുകയും ചെയ്താൽ നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിന്റെ ജീവിതത്തിൽ നീ വിജയം തന്നെ കാണുവാൻ കഴിയും. ആമേൻ. അപ്പോൾ ദൈവാലോചന, സ്തോത്രം. മറ്റൊരു വാക്യം, സദൃശ്യവാക്യം 11:14 ഇങ്ങനെയാണ്: പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. അതായത് ഉപദേശമില്ലാത്ത ഇടത്ത്, ദൈവാലോചനയാൽ ദൈവസഭ നടത്തപ്പെടാത്ത, ദൈവാലോചന ഇല്ലാഞ്ഞ ഇടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. ദൈവീക ഉപദേശങ്ങളും ദൈവീക അടിസ്ഥാനങ്ങളും ദൈവീകമായിട്ടുള്ള വിശുദ്ധ ജീവിതത്തിൻ്റെ ഉപദേശങ്ങളും ചട്ടങ്ങളും ഇല്ല എങ്കിൽ ആ ജനം അധോഗതി പ്രാപിക്കുന്നു. സ്തോത്രം. അതാണ് ഈ വചനത്തിൽ, പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. അപ്പൊ ദൈവീക ആലോചന, ദൈവീക ഉപദേശം ഇല്ലാത്ത ഇടത്തുള്ള ജനം അധോഗതി പ്രാപിക്കുന്നു. അതായത് അവർ ലക്ഷ്യങ്ങളിൽ എത്തുന്നില്ല, അവർ വഴിയിൽ പതറിപ്പോകുന്നു. അവർ ലക്ഷ്യങ്ങളിൽ എത്താതെ അവരുടെ ഉദ്ദേശങ്ങൾ, അവർ ഉപദേശം കേൾക്കുവാനോ അനുസരിക്കുവാനോ അതുപോലെ പ്രവർത്തിക്കുവാനോ തീരുമാനത്തിൽ നിൽക്കുവാനോ കഴിയാഞ്ഞത് മുഖാന്തരം അതത് സമയത്ത് അവരുടെ ജീവിതത്തിലുള്ള തെറ്റുകളും ശരിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന ദൈവാലോചന കേട്ട് ആ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഭക്തൻ ദൈവീക പദ്ധതിയിൽ നിന്നും ദൈവീക പ്ലാനിങ്ങിൽ നിന്നും അവർ വീണു പോകുവാനിടയാകും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന, ദൈവീക ഉപദേശം ഒരു വ്യക്തിയെ, ഒരു ദൈവഭക്തനെ നിത്യതയിലെത്തിക്കും, ഒരു ദൈവഭക്തനെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. ആമേൻ. അപ്പോൾ ആലോചന എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഉപദേശമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്, ആമേൻ, സ്തോത്രം, ആലോചന എന്ന വാക്കിന് അർത്ഥം ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോസ്തലപ്രവൃത്തി 4:28 സംഭവിക്കണമെന്നു നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നയിമിച്ചതൊക്കെയും ചെയ്തിരിക്കും. അപ്പോൾ ദൈവാലോചന എന്ന വാക്കിന് ഉപദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട്, അതായത് ദൈവത്തിൽ നിന്നും കേൾക്കുന്ന ആലോചനകൾ, ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു ദൈവഭക്തനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ആ ലക്ഷ്യങ്ങളിൽ എത്തണമെങ്കിൽ, ദൈവീക ഉദ്ദേശപ്രകാരം ഞാനും നിങ്ങളും എത്തപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. അതായത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവീക ഉപദേശങ്ങൾ കേൾക്കുവാൻ, വചനാടിസ്ഥാനത്തിലുള്ള ദൈവീക ഉപദേശങ്ങൾ, ദൈവീക സഭയിൽ നിന്നുള്ള ദൈവീക ഉപദേശങ്ങൾ, അധ്യക്ഷന്മാരിൽ നിന്നുള്ള ഉപദേശങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള വചനത്തിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശങ്ങളും അതനുസരിച്ച് ദൈവാലോചന പ്രകാരം അതത് സമയത്ത് മുന്നോട്ട് പോകുന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് അവരെ ഉദ്ദേശങ്ങളിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ദൈവാലോചന എന്ന വാക്കിനർത്ഥം ഉപദേശം, ദൈവീക ഉദ്ദേശങ്ങൾ. മറ്റൊരു വാക്യം കൂടെ, ആമേൻ, ആമേൻ, സ്തോത്രം, ദൈവാലോചന എന്ന വാക്കിന് മൂന്നാമതൊരർത്ഥം കൂടെ ഉണ്ട്, രഹസ്യമായ തീരുമാനം. രഹസ്യമായ തീരുമാനം. ആരുമായിട്ട്? പരിശുദ്ധാത്മാവുമായിട്ട്, ദൈവവുമായിട്ട്. ഒരു ദൈവഭക്തൻ ദൈവത്തിൽ നിന്നും ദൈവാലോചന കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന വ്യക്തിയും കേൾപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് ആ കേൾക്കപ്പെട്ട ദൈവാലോചന നിന്റെ ഹൃദയത്തിൽ നീ അത് രഹസ്യമായി സൂക്ഷിക്കുക. ദൈവാലോചനകളെ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറുവാൻ നിന്റെ ഹൃദയത്തിൽ ദൈവാലോചന രഹസ്യത്തിൽ സൂക്ഷിക്കുക. ആമേൻ. 1 കൊരിന്ത്യർ 4:5 ഇങ്ങനെയാണ്: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അപ്പോൾ ഇരുട്ടിലിരിക്കുന്നതിനെ
വെളിച്ചത്തിലേക്ക്, അതായത് ഹൃദയത്തിൻ്റെ ആലോചനകളെ, മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആമേൻ. അപ്പോൾ ദൈവാലോചന ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ, ദൈവാലോചന കേൾക്കുമ്പോഴാണ് ദൈവീക ഉദ്ദേശങ്ങളിൽ ഒരു ദൈവ പൈതൽ ചെന്ന് നിലനിൽക്കുവാൻ, എത്തുവാൻ കഴിയുന്നത്. ദൈവാലോചന കേൾക്കുമ്പോൾ ആ ദൈവാലോചനകളെ, പരിശുദ്ധാത്മാവ് അറിയിച്ച ആലോചനകൾ ഒരു ഭക്തൻ രഹസ്യത്തിൽ സൂക്ഷിക്കുന്ന, അതായത് കേൾപ്പിച്ച ദൈവശബ്ദം സാധ്യമാകുന്നതുവരെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ആ രഹസ്യങ്ങളെ സൂക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കണം. ആമേൻ. അപ്പോൾ ദൈവാലോചന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വഴി നടത്തും. ദൈവത്തിൻ്റെ ആലോചനയുടെ പ്രത്യേകത ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞത് ദൈവാലോചന എന്ന വാക്കിന് 3 അർത്ഥമാണ്. 1 ഉപദേശം, 2 ഉദ്ദേശങ്ങൾ, 3 രഹസ്യമായി സൂക്ഷിക്കുന്ന, രഹസ്യമായുള്ള തീരുമാനങ്ങൾ. കേൾക്കുന്ന ദൈവാലോചനകൾ നമ്മൾ രഹസ്യത്തിൽ ഹൃദയത്തെ സംഗ്രഹിച്ച് നാമും പരിശുദ്ധാത്മായ ഒരു ഉടമ്പടിയിൽ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കൊണ്ടെത്തിക്കും. ആമേൻ. അപ്പോൾ ദൈവാലോചനയുടെ പ്രത്യേകത ഒന്ന്, ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമായതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം സങ്കീർത്തനം 33:11, യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന എന്ന് പറയുന്നത് അത് ശാശ്വതമാണ്. അത് കേൾക്കുന്ന ആലോചന നിലനിൽക്കുന്നതാണ്. ദൈവത്തിൽ നിന്നും കേൾക്കുന്ന ആലോചന നിലനിൽക്കുന്നതാണ്. നാം ഒരു ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് 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 നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ആലോചന. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു ദൈവാലോചന സ്വർഗത്തിലെ ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദർശനങ്ങൾക്കൊരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും നിശ്ചയമായും ദൈവം പറഞ്ഞ വാക്ക് അത് ശാശ്വതമാണ്. അതു തന്നെ സംഭവിക്കും. ഒരു വാക്യം സംഖ്യാപുസ്തകം 23:19 ഇങ്ങനെയാണ്: വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അതെ പ്രിയ ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദം, ഒരു ദൈവാലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവാലോചന ഉറപ്പായിട്ടും സ്വർഗം എന്നിലും നിങ്ങളിലും നിവർത്തിക്കും. കാരണം ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മോട് സംസാരിച്ചത്. ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന ദൈവശബ്ദം, ദൈവാലോചന അത് ശാശ്വതമാണ്. സ്വർഗത്തിലെ ദൈവമാണ് നമ്മോടൊരു ദൈവശബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്നല്ലെങ്കിൽ വരും നാളുകളിൽ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ തലമുറയെക്കുറിച്ചോ അടുത്ത ജനറേഷനെ കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തിലെ ഏത് പശ്ചാത്തലത്തെ നോക്കി പരിശുദ്ധാത്മാവ് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടൊരു ദൈവാലോചന കൈമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വൈകിയാലും ഉറപ്പായിട്ടും അത് ശാശ്വതമായ ദൈവാലോചനയാണ്. അത് ഉറപ്പായിട്ടും വരും നാളുകളിൽ അങ്ങനെ തന്നെ അത് സംഭവിക്കും. നമ്മളതിൽ ഒരിക്കലും അവിശ്വസിക്കരുത്. ഒരിക്കലും നമ്മളതിൽ ഹല്ലേലൂയ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. അതായത് ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമായ ഒരു വാക്കാണ്. അവനൊരു വാക്കു പറഞ്ഞാൽ ഉറപ്പായിട്ടും വാക്കുമാറാത്ത ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് പറയുന്നത് ഒരു വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവരാണ്. ഒരിക്കലും മനുഷ്യൻ്റെ വാക്ക് നമുക്ക് ശാശ്വതമായി, അവർ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് ഉറപ്പായിട്ടും അവരിൽ നിന്ന് നമുക്കത് ലഭിക്കുമെന്ന്
ഒരിക്കലും നമുക്ക് ശാശ്വതമാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ എന്നോടും നിന്നോടും സ്വർഗത്തിൽ അരുമനാഥനായ ക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാക്തത്വം ഉറപ്പായിട്ടും നിവർത്തിക്കും. അത് ശാശ്വതമായ ദൈവത്തിൻ്റെ ആലോചനയാണ്. ഒരിക്കൽ അബ്രഹാമിനോടും സാറയോടും ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും ഞാൻ നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകി മാനിക്കുമെന്നാണ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അവരോട് പറഞ്ഞതായ വാക്തത്വം, തലമുറയെക്കുറിച്ച് പറഞ്ഞതായ വാക്തത്വം അല്പം വൈകിയാണെങ്കിലും ദൈവത്തിൻ്റെ ആലോചന അത് ശാശ്വതമാണ്. ഇടയ്ക്കിടയ്ക്ക് അബ്രഹാം ഭാരപ്പെട്ടപ്പോൾ ദൈവശബ്ദം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിന്നോട് പറഞ്ഞ ആലോചന നിവർത്തിപ്പാൻ ശക്തനാണ്, നീ ഭാരപ്പെടേണ്ട, നിന്റെ രക്തത്തിൽ നിന്നു തന്നെ ആമേൻ ഒരു വാഗ്ദത്ത സന്തതി അവകാശമായി ലഭിക്കും. കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കി തരുവാൻ എനിക്ക് കഴിയും. അതായത് പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനോട് ദൈവം ഉറപ്പിച്ച് പറയുക, ഞാൻ നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവശബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവാലോചന ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ശാശ്വതമാണ്, അത് വെറുതെയല്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സിലാണ് തലമുറ ലഭിക്കുന്നത്. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ വാഗ്ദത്തം സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മോട് അറിയിക്കുന്ന ദൈവാലോചന അത് ശാശ്വതമായ ആലോചനയാണ്. മനുഷ്യൻ നമ്മോട് പറയുന്നത് ഒരിക്കലും ശാശ്വതമാണെന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയുവാൻ സാധ്യമല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ദൈവം ഒരു ദൈവശബ്ദം, ഒരു ദൈവാലോചന കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുതന്നെ സംഭവിക്കും. അതിലൊരു വ്യത്യാസവുമില്ല. അതിലൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. വൈകിയാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം സ്വർഗത്തിലെ ദൈവമാണ് നിന്നോടൊരു ആലോചന പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയുടെ പ്രത്യേകത ശാശ്വതമായ ആലോചനയാണ്. ദൈവാലോചന ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം നിങ്ങളോടൊരു ദൈവശബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ദൈവശബ്ദത്തിന് കീഴടങ്ങി ദൈവശബ്ദപ്രകാരം ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. ഒരിക്കൽ ഒരു സഹോദരി താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തനിക്കുണ്ടായിരുന്നു. പക്ഷേ താൻ അവിടെ ആയിരിക്കുമ്പോൾ മറ്റൊരു സുഹൃത്ത് തന്നോട് പറഞ്ഞു, ആ ജോലി വിട്ടേച്ച് ഞങ്ങളുടെ കമ്പനിയിൽ വരിക, നല്ല ശമ്പളം നിനക്ക് നൽകാം. ആ വാക്കവൾ വിശ്വസിച്ച് അവിടെ നിന്നും റിസൈൻ ചെയ്ത് കടന്നു വരുവാനിടയായി. പക്ഷേ താൻ അവരുടെ കമ്പനിയിൽ വന്നപ്പോൾ പെട്ടെന്ന് അവർ വാക്കുമാറി. അവർ പറഞ്ഞു, നിനക്ക് ഇത്രയും ശമ്പളം തരുവാൻ നീ യോഗ്യതയില്ല, പ്രാഗൽഭ്യമില്ല. ദുഃഖത്തോടുകൂടെ ആ സഹോദരി അവിടെ നിന്ന് ഒഴിവാക്കി. 2 ജോലി അവൾക്ക് നഷ്ടപ്പെട്ടു. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ വാക്കെന്ന് പറയുന്നത് അതൊരിക്കലും ശാശ്വതമല്ല, അത് നിലനിൽക്കുന്ന ഒന്നല്ല. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ആലോചന അത് ശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതാണ്. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോടൊരു ദൈവാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 പോയിന്റ്, ദൈവാലോചന എന്ന വാക്കിനർത്ഥം ഉപദേശം. ദൈവിക ഉപദേശത്തിൽ നീ നിൽക്കണം. ദൈവിക ഉപദേശത്തിൽ നീ നിൽക്കുമ്പോൾ ദൈവിക ഉദ്ദേശങ്ങൾ നിന്നിൽ വെളിപ്പെടും. ദൈവിക ഉദ്ദേശങ്ങൾ നിന്നിലൂടെ എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവഭക്തനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരും. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം അറിയിക്കുന്ന ദൈവാലോചന അത് ശാശ്വതമാണ്. സ്വർഗം എന്നോടും നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവാലോചനകൾ ഒത്തിരി കേട്ടു. അത് വെറുതെയാണോ, നഷ്ടമായി പോയോ? നീ ഭാരപ്പെടേണ്ട. ഉറപ്പായിട്ടും നീ ദൈവീക ഉദ്ദേശത്തിൽ, നീ ദൈവീക ഉപദേശങ്ങൾ അനുസരിച്ച് നീ ദൈവസന്നി വിശ്വസ്തയോടെ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണോ, വൈകിയാലും സ്വർഗത്തിലെ ദൈവം നിന്നോടും നിന്റെ കുടുംബത്തോടും നിന്റെ തലമുറയോടും നിന്നെക്കുറിച്ച് പറഞ്ഞതായ ദൈവാലോചന ഉറപ്പായിട്ടും സ്വർഗത്തിലെ ദൈവം നിവർത്തിച്ചു തരും. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആലോചനയുടെ പ്രത്യേകത. ദൈവാലോചന, ദൈവത്തിൻ്റെ ആലോചന ശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കും, അത് മാറിപ്പോകുന്നതല്ല. എന്തുവാണ് ദൈവം പറഞ്ഞ അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ദൈവാലോചന കേട്ടിട്ടും മറുപടിയില്ലാതെ നിരാശപ്പെടുന്നു, ഞാൻ കേട്ട ദൈവശബ്ദമാണോ, നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമായ ആലോചനയാണ്, അതങ്ങനെ തന്നെ സംഭവിക്കും. ദൈവകരങ്ങൾ കൊടുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി സ്തോത്രം. ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇവരോടും ഇവരെ കുടുംബത്തോടും അറിയിച്ചിരിക്കുന്ന എല്ലാ ദൈവാലോചനകളും അതുപോലെ സംഭവിക്കട്ടെ. ആരും ക്ഷീണിച്ചു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ദൈവശബ്ദം കേൾപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ വാഗ്ദത്തങ്ങൾ ശാശ്വതമായി നിലനിൽക്കുന്ന മേഖലയിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.